പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന അന്തർസംസ്ഥാന മോഷ്ടാവും നിരവധി കേസുകളിലെ പ്രതിയുമായ ആളെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കുന്നിക്കോട് വിളക്കുടി ധർമ്മപുരി ഷീജ ഭവനിൽ 39 വയസ്സുള്ള ഷിബു ആണ് അറസ്റ്റിലായത്. ഷിജു എന്ന പേരിലും സുജിത്ത് എന്ന പേരിലും കൂടി അറിയപ്പെട്ടിരുന്ന പ്രതി മുൻകാലങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാടും ആന്ധ്രാപ്രദേശും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ 100-ലേറെ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ കുറ്റകൃത്യങ്ങളിൽ ഇയാളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇളമ്പൽ പാപ്പാരംകോട് വെച്ചാണ് പുനലൂർ SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ സാഹസികമായി പിടികൂടിയത്. ഈ സമയം ഷിബുവിന്റെ കൂടെയുണ്ടായിരുന്ന സഹായി സനോജ് രക്ഷപ്പെടുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ തുരുപ്പതിയിൽ നടന്ന മോഷണ കേസിൽ ഷിബുവിനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ജയിലിൽ നിന്നിറങ്ങി 4 മാസങ്ങൾക്ക് ശേഷമാണ് ഷിബു ഇപ്പോൾ വീണ്ടും മറ്റൊരു മോഷണ കേസിൽ പിടിയിലായത്. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രീതിയായിരുന്നു ഷിബുവിൻ്റേത്. ഇത്തരത്തിലുള്ള വീടുകൾ ഷിബു ഒറ്റയ്ക്ക് നേരത്തെ എത്തി ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു മോഷണം നടത്തിയിരുന്നത്. വീടിൻ്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നിരുന്ന ഷിബു വിലപിടിപ്പുള്ളതും എളുപ്പത്തിൽ കൈക്കലാക്കാൻ പറ്റുന്ന സാധനങ്ങൾ മോഷ്ടിക്കും. ഇത്തരത്തിലുള്ള മോഷണ വസ്തുക്കൾ വിൽക്കാൻ സഹായിച്ചിരുന്ന ആളായിരുന്നു സനോജ്. കഴിഞ്ഞ ദിവസം പുനലൂർ ഫയർ സ്റ്റേഷൻ എതിർവശത്തുള്ള വീട്ടിലെ മോഷണത്തിന് പിന്നിൽ ഷിബു ആണെന്ന് പോലീസിന് ആദ്യമേ സംശയമുണ്ടായിരുന്നു. ഇവിടെ നിന്നും ലഭിച്ച വിരലടയാളവും പോലീസിന്റെ ഡാറ്റാബേസിലുള്ള വിരലടയാളവും യോജിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് ഷിബു ഇളമ്പലിലുള്ളതായി വിവരം ലഭിച്ചു. പോലീസ് എത്തിയതറിഞ്ഞ് അക്രമാസക്തനായ ഷിബു ബ്ലേഡും മറ്റായുധങ്ങളും ഉപയോഗിച്ച് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. സാഹസികമായി ഏറെ പണിപ്പെട്ടിട്ടാണ് പോലീസ് സംഘത്തിന് പ്രതിയെ കീഴ്പ്പെടുത്താനായത്. പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഡിസംബർ മാസത്തിൽ ആദ്യം ഒരു മോഷണം നടന്ന നമ്മുടെ വെഞ്ചേമ്പിലാണ്. വെഞ്ചേമ്പിൽ ഒരു ആയുർവേദ ക്ലിനിക്കിൽ കയറി മോഷണം നടത്തി. ഫ്രണ്ട് വാതിൽ തുറന്നകത്ത് കയറി മോഷണം നടത്തി. അതിനുശേഷം മാത്രയിലുള്ള ഒരു വീട്ടിൽ കയറി 3.5 പവൻ സ്വർണം കവർന്നു. അതിനുശേഷം പിന്നെ പിറവന്തൂര് ഒരു NRIയുടെ വീട്ടിൽ കയറി വീടിന്റെ ഫ്രണ്ട് വാതിൽ തുറന്ന് സെയിം മോഡസ് ഒരേ രീതിയിലുള്ള മോഷണം നടന്നു. അതിനുശേഷം നമ്മുടെ ഫയർഫോഴ്സ് ഓഫീസിന് എതിരെയുള്ള വീട്ടുകാർ എറണാകുളത്ത് പോയിരിക്കായിരുന്നു. ആ സമയത്ത് വീട് കുത്തി തുറന്ന് വീടിനകത്ത് കയറി സ്വർണം കവർന്നു. തുടർച്ചയായ കുറച്ച് മോഷണങ്ങൾ. അപ്പം ഈ മോഷണ രീതി കണ്ടിട്ട് നമ്മൾ ഏകദേശം ആ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയും ഫിംഗർ പ്രിന്റിന്റെയും അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് മോഷണം നടന്നതിന്റെ ഭാഗമായിട്ട് ജില്ലാ പോലീസ് മേധാവി ഒരു സ്ക്വാഡ് രൂപീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നമ്മുടെ പോലീസുകാരെ ചേർത്ത് ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് നടന്ന തുടർച്ചയായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഷിജു, അവന് ഷിബു എന്നും വിളിക്കും, വിളക്കുടിയിലാണ് വീട്. വിളക്കുടി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് വീട്. 2017 ശേഷം മിക്കവാറും തമിഴ്നാടും ബാക്കിയുള്ള സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. ഈ കഴിഞ്ഞ 2024 ഡിസംബർ മാസം 6-ാം തീയതി ആന്ധ്രയിലെ തിരുപ്പതി ജയിലിൽ നിന്നുമാണ് റിലീസായത്. അതിനുശേഷം പിന്നെ തമിഴ്നാട് താമസിച്ചുകൊണ്ട് തെങ്കാശി, ചെങ്കോട്ട ചില ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് രാത്രിയിൽ കേരളത്തിൽ വരികയും നമ്മുടെ കേരളത്തിലെ പുനലൂർ കേന്ദ്രീകരിച്ച് വരികയും അതിനുശേഷം മോഷണം നടത്തി തിരിച്ചു പോവുകയും ചെയ്യുകയായിരുന്നു പതിവ്. തുടർച്ചയായ മോഷണം നടന്നതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടത്തിയത്. പ്രതിയെ പിടിക്കാൻ ചെന്ന സമയത്ത് തന്നെ പോലീസിനെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ബ്ലേഡ് അല്ലെങ്കിൽ സർജിക്കൽ ബ്ലേഡ് മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ഇന്നലെ പിടിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. തുടർന്ന് ഇതിൽ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ സ്ഥലത്തെല്ലാം നടന്ന മോഷണം ഇയാൾ തന്നെയാണ്. പിറവന്തൂർ ഭാഗത്ത് നടന്ന മോഷണത്തിൽ ഇയാളുടെ പങ്ക് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പുനലൂർ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള വീട്ടിലെ മോഷണം കൂടാതെ മാത്രയിലുള്ള ടാക്സി ഡ്രൈവറുടെ വീട്, പിറവന്തൂർ വാഴത്തോപ്പിലെ വീട്, വെഞ്ചേമ്പിലുള്ള സ്വകാര്യ ആയുർവേദ ആശുപത്രി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. ഇതിന്റെ പിന്നിലും ഷിബു തന്നെയാണെന്ന് പോലീസ് പറയുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഷിബു കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.